സുനിത. സുനിതയ്ക്ക് എന്ത് പറ്റി? തലൂര് ഇടവകയെന്ന് വരുന്നത്. എനിക്ക് 4 വർഷത്തോളമായി ഭയങ്കര തണ്ടൽ വേദനയാണ്. അപ്പോൾ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഒരു സ്പോർട്സിൻ്റെ കടയിലാണ് ജോലിക്ക് പോണത്. ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് കൊടുത്തിട്ടില്ല. ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ ബെൽറ്റ് കാലത്ത് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോവും. നൈറ്റ് 7 മണിയാവും വരുമ്പോൾ. അപ്പോൾ വരുമ്പോഴേ ഊരാൻ പറ്റുള്ളൂ. എന്ത് സാധനം എടുക്കണമെങ്കിലും ബെൽറ്റ് ഇടാണ്ട് ഇപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല അവിടുത്തെ. കർത്താവ് സൗഖ്യം തരുമോ? ഇങ്ങോട്ട് കയറുന്നേ, ഇങ്ങോട്ട് കയറുന്നേ. എവിടെയാണ് ഡിസ്ക് തെന്നിയിരിക്കുന്നത്? തൊട്ട് കാണിച്ചേ. ആ, കർത്താവിനെ സ്തുതിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ, അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, ഡിസ്കുകൾ, നട്ടല് എല്ലാം യഥാസ്ഥാനപ്പെടട്ടെ. ദൈവശക്തിയുടെ പ്രവാഹമുണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നേക്കുമായിട്ട് ഈ വേദന വിട്ടുമാറട്ടെ. ഡിസ്കുകൾ യഥാസ്ഥാനത്താകുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത് സംഭവിക്കട്ടെ. ആമേൻ. കാല് വലിച്ചു കൊടുഞ്ഞേ, വലിച്ചു കുടഞ്ഞു. കാല് വലിച്ചു തൊടിച്ചോ. വലത്തേക്കാല്, ഇടത്തേക്കാല്, അഞ്ഞു തൊടിച്ചേ. തിരിച്ച് തിരിയട്ടെ, നന്നായിട്ട് തിരിയട്ടെ. കൈക്ക് ഫ്രീ ആക്കി. ആ, തിരിയട്ടെ. 2 സൈഡിലേക്ക് തിരിയുമ്പോൾ പ്രയാസമുണ്ടോ? എവിടാണ് പ്രയാസം? ഇടുപ്പിനാ. അങ്ങോട്ട് തിരിഞ്ഞേ. തിരിയട്ടെ. ഒന്ന് സ്തുതിച്ചേ മകൾക്ക് വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവശക്തി കടന്നു പോവട്ടെ. യോഹന്നാൻ 19:30-36 വചനത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ഇടുപ്പുകൾ യഥാസ്ഥാനത്താവട്ടെ. അമ്മേൻ. കാല് വലിച്ചു കൊടുന്നേ. കൈയൊക്കെ ഫ്രീ ആക്ക്. മറ്റേ കാല് വലിച്ചു കൊടുന്നേ. കുനിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കരയുണ്ട പെങ്ങളെ, ധൈര്യമായിട്ട് കുനിഞ്ഞേ. നിവർന്നേ. കുനിഞ്ഞേ. കുനിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഒന്ന് കുത്തിയിരുന്നേറ്റേ. നടുവിന് മേലും കൊടുത്തേ. എഴുന്നേക്കട്ടെ. ഇരുന്നേ. എണീറ്റേ. ഇരുന്നേ. എണീറ്റേ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. എണീറ്റേ. തിരിച്ച് ഫ്രീ ആയോ? ഇവിടെ എന്തോ ഒരു ഇതുപോലെ, ഇവിടെ എന്തോ ഒരു എനർജി വന്ന പോലെ, എന്തോ കറണ്ട് അടിക്കുന്ന പോലെ, എന്തോ കറണ്ട് അടിക്കുന്നത് പോലെ. കർത്താവിൻ്റെ സ്പർശനമാണത്. ഹല്ലേലൂയ. ശരീരം വിറയ്ക്കുന്നുണ്ടോ? ശരീരം വിറയ്ക്കും. ദൈവശക്തി ഈ ശരീരത്തിലൂടെ കടന്നു പോവുകയാണ്. കർത്താവ് ഈ മകളെ പൂർണ്ണമായിട്ട് സൗഖ്യത്തിലേക്ക് നയിക്കുക. ഹല്ലേലൂയ. എന്തിനാ കരയുന്നത്? എല്ലാവരും ഞാൻ പോരാൻ മടി കാണിച്ചിട്ട് എല്ലാവരും നിർബന്ധിച്ച് എന്നെ കയറ്റി വിട്ടു. ബെൽറ്റ് കൊണ്ടുവരാത്തവരെന്നെ കയറി വന്നില്ല. അപ്പച്ചനും അമ്മയും എല്ലാവരും പറഞ്ഞു കയറി പൊക്കോ, കയറിപ്പിട്ട സൗഖ്യം കിട്ടുന്നു. എൻ്റെ വിചാരം അവിടെ ഇരുന്നാൽ കിട്ടുമെന്നായിരുന്നു. തലൂരിന്ന് വന്നത് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് നിന്ന് വന്നത്. ഇങ്ങോട്ട് കയറി വരാനും മടിയുള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു കയറി കയറുന്നു. പിള്ളേർ 2 പേര് 3 പേര് ഇരിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്ത്? ഈ ചേച്ചിയുടെ മക്കൾ ഒന്ന് എണീറ്റ് കൈയൊക്കെ ഒന്ന് വീശി കാണിച്ച്. ഉണ്ടോ? മക്കൾ 3 ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു അത്ഭുതകരമായ സൗഖ്യമാണ് ഇമാൾക്ക് കർത്താവ് കൊടുത്തത്.